ഒരു റിയൽ ലൈഫ് തുമ്പി മൊമെന്റ് ഉണ്ടോ? ആർക്കാ ഇല്ലാത്തത്? ഒറിജിനൽ എഗ്ഗിന്റെ തോട് തന്നെയാണത്. അങ്ങനെ പിന്നെ പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള എല്ലാം കളഞ്ഞിട്ട് അത് സ്ക്വാഷ് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ജീവിതത്തിൽ പെണ്ണ് കണ്ടിട്ടില്ലല്ലോ, സിനിമയിലെങ്കിലും. പിന്നെ വേറൊരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ട്, ആണ് കാണല്. തിരിച്ചു കിട്ടിയിട്ടുണ്ടല്ലോ. മാളവികയുടെ ഗൈഡിനെ വിളിച്ച് ഓൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാന്ന് പറഞ്ഞത് ഈ അല്ലേ? അതെ. നാണുണ്ടോടാ? ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ ഞങ്ങൾ പേരില്ലൂർ വിശേഷങ്ങൾ പറയാനായിട്ട് ഇതാ ക്ലബ് എഫ്എമ്മിൽ RJ വിജിത്തയുടെ കൂടെ, അല്ലല്ല ഷംലയുടെ കൂടെ ശ്രീകുട്ടാ സണിവേൻ. സോ പേരില്ലൂർ പ്രീമിയർ ലീഗ് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ഒരുപാട് നല്ല റിവ്യൂസ് കിട്ടി നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ? എന്തൊക്കെയാണ് ഇപ്പൊ എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന കമന്റുകൾ? കേക്കട്ടെ. ഇപ്പൊ കമന്റിന് മുന്നേ ഞാൻ ഈ കാര്യം പറയാം. ഇപ്പൊ എന്റെയും ഫസ്റ്റ്, അതായത് ഷംലയുടെയും പിന്നെ എന്റെയും, അതായത് RJ വിജിത്ത അഭിനയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം ഞാനും അഭിനയിച്ചിട്ടുള്ള പേരില്ലൂരിലെ നമ്മൾ ഒരുമിച്ചിട്ടുള്ളൊരു സെഷനായിരുന്നു. ഇപ്പൊ നമ്മള് ജസ്റ്റ് ആ പറഞ്ഞ നാണം ഇല്ലേടാന്ന് ചോദിച്ചു. ഞങ്ങളുടെ ഫസ്റ്റ് കോമ്പിനേഷൻ സീനായിരുന്നു അത്. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല വയനാടായിരുന്നു. അപ്പൊ കൊട പിടിച്ച് നിൽക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ ഞാന് ഇപ്പോ സണ്ണിച്ചനെ ഏറ്റവും ആദ്യം ഒരു കോമ്പിനേഷൻ സീൻ വരുന്ന സമയത്ത്, അത് വിത്ത് ഡയലോഗ് വരുന്ന സമയത്ത് നാണുണ്ടോടാ ചോദിക്കേണ്ടി വരുമ്പോ ഞാൻ ശിശുരാ എങ്ങനെയാ അത് ചോദിക്കുക. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്നിട്ട് പേരില്ലൂർ ഇറങ്ങിയത് 5-ാം തീയതി നിർത്താത്ത, അല്ലെങ്കിൽ ഇപ്പം ഷംല, ഇപ്പൊ എനിക്കിങ്ങനെ ഷംല തന്നെ വരുന്നത്. കുറച്ചു നേരത്തേക്ക് ഷംല വിളിക്കാം. അപ്പോൾ നമ്മളിപ്പോ ഇരിക്കുമ്പോ വരെ, നമ്മൾ ഇന്റർവ്യൂ അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ അഭിരാം വിളിച്ചു, ആക്ടർ. എന്നിട്ട് പറഞ്ഞു ചിരിച്ച് മടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മളുടെ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ. എന്തൊക്കെ കമന്റ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമന്റ്സ് നമ്മളെ ടേബിളിൽ വരെ ഇപ്പൊ സംസാരിച്ചു പോയി. അതെ 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 അതെ, നിരന്തരം നമുക്ക് ഇങ്ങനെ കോൾസും മെസ്സേജസും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹാപ്പി ഓൾ ദ ടീം. അതെ 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 അതെ. പിന്നെ നമ്മളുടെ ഈ ഒരു സീരീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു ഇത്രയും കാസ്റ്റ് കൊണ്ടുവന്നിട്ട് എല്ലാവരുടെയും ആക്ടിങ് അടിപൊളിയാന്ന് പറയിപ്പിക്കാന്ന് പറഞ്ഞാൽ അല്ലേ? അങ്ങനെ കമന്റ് കേട്ടിരുന്നോ? അതായത് ഞാനിതിനകത്ത് പിന്നെ ചിലപ്പോൾ ഇതിപ്പോ ഒരു വെബ് സീരീസ് ആണല്ലോ, 7 എപ്പിസോഡുണ്ട്. ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിലും, ഇപ്പൊ ഞാൻ 10 വർഷമായി ഇൻഡസ്ട്രിയിൽ. അപ്പം ആദ്യമായിട്ടാണ് ഒരു വെബ് സീരീസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ വരുന്നത്, അല്ല വെബ് സീരീസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വന്നിട്ട് വെബ് സീരീസിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമ നോർമലി 2 മണിക്കൂർ 2.5 മണിക്കൂർ, അല്ലെങ്കിൽ 3 മണിക്കൂർ 2.25 മണിക്കൂർ, അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാവുക. ഇതിപ്പോൾ നമുക്ക് ഒരു 35 മിനിറ്റ്സ് വെച്ചിട്ട് 7 എപ്പിസോഡ്, അല്ലെങ്കിൽ 40 മിനിറ്റ്സ് വെച്ചിട്ട്. അപ്പം ഇത്രയും സമയം ഓരോ, അതായത് അതിനകത്ത് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസാണ്. ഇപ്പം സോമനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഓരോ കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞ പീതാംബരനായിക്കോട്ടെ, ഷംല ആയിക്കോട്ടെ, ശ്രീകുട്ടനായിക്കോട്ടെ, മാളവിക ആയിക്കോട്ടെ, സൈക്കോ ബാലനായിക്കോട്ടെ, എല്ലാവരുടെയും പേരിങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. എല്ലാവരുടെയും പേരിങ്ങനെ, അതായത് ഒരു 3rd ഡേ ആയിട്ടേ ഉള്ളൂ എന്ന്, എല്ലാവരുടെ പേരും ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളൊരു പ്രോഗ്രാമാണത്. അതായത് ചില ആളുകൾ വന്നിട്ടുള്ളൊരു സംഭവം പറഞ്ഞ കാര്യം വെച്ചാൽ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങിയെന്നുള്ളതാണ്. അങ്ങനെ കമ്പയർ ചെയ്യാന്നുള്ളതല്ല, കമ്പാരിസൺ ഇൻ ദ സെൻസ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലൊക്കെയാണ് അങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സിനിമകളുണ്ട്. ഇപ്പം ഡോക്ടർ പശുപതി ആയിക്കോട്ടെ, വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഒരു ആഘോഷം എന്ന് പറയാം. സത്യം, ഒരു ഇടവേളയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഇത്രയും ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ളത് ഈ ഒരു സീരീസിൽ തന്നെയാണ്.
അപ്പൊ നമ്മുടെ സീരീസ് ഇറങ്ങുന്നതിന് മുൻപ് ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള പ്രവീൺ ചന്ദ്രൻ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ ദീപു പ്രദീപ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ എങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ. നിങ്ങൾ 3 പേരും ഒരു സെഷൻ കഴിഞ്ഞാൽ. യെസ്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു എന്തുകൊണ്ടാണ് സണ്ണിച്ചനെ സെലക്ട് ചെയ്തത്. അപ്പൊ പറഞ്ഞു എനിക്ക് ഒരുപാട് നാൾ തൊട്ടേ അറിയാം, മാത്രല്ല എനിക്ക് ഞാൻ പറയുന്ന തമാശകളുടെ സംഭവം അത് അവന് കറക്റ്റായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ? സണ്ണിച്ചന്റെ ഒരു സൈഡ് എങ്ങനെയായിരുന്നു കേൾക്കട്ടെ? എൻ്റെ സൈഡ് ഇത് തന്നെയായിരുന്നു. അതായത് ഇപ്പം ഞാനൊരു ഹ്യൂമർ ആയിട്ടുള്ള സിനിമകൾ ചെയ്തതെന്ന് പറയണത് അനുഗ്രഹീതനാൻ്റെലിനൊരു കുറച്ച് ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻമേരിയ കലിപ്പിലാണ്. പിന്നെ അതിനൊക്കെ ശേഷമാണ് ഇത്ര ഒരു ഹ്യൂമർ ബാക്ക്ഗ്രൗണ്ടിലൊരു ഒരു സിനിമയോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റോ അതോട്ട് നമ്മൾ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ഡയറക്ടർ എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഇപ്പം ഞാനും ഷംലയുള്ള സീനാണെങ്കിലും എന്തൊക്കെയാണ് അപ്പം അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കും. അപ്പോൾ സംസാരിക്കുമ്പോൾ അവന് നല്ല ഹ്യൂമർ സെൻസാണ് ഡയറക്ടറിന്. അപ്പം അവൻ പറയുമ്പോൾ തന്നെ നമ്മൾ ചിരിച്ചു പോവും. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ആ ചിരി നമ്മളവിടെ ഡിസ്കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് സീനിലേക്ക് അങ്ങ് കയറും. കാരണം ആ നർമ്മത്തിൻ്റെ ഒരു കഷ്ണം ബാക്കി വെക്കാതെ അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് ചെന്നിട്ട് അത് നേരെ അങ്ങോട്ട് നമ്മളത് എങ്ങനെയൊക്കെ അത് പിന്നെ മോണിറ്ററിലും നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്തും ചെയ്ത് കഴിഞ്ഞിട്ട് മോണിറ്ററിൻ്റെ അങ്ങോട്ട് വരുമ്പോഴും അവന്റെ ഒരു ചിരി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരുന്നു. അതെ അതെ, അല്ലേ? കറക്റ്റ് അല്ലേ? ശരിയാ. പ്രവീണേട്ടനതൊന്ന് തൃപ്തി ആവണ വരയ്ക്കും നമുക്കതൊരു ഒരു വെയിറ്റിംഗ് ആണ്. കുറെ സീക്വൻസ് ഉണ്ട്. അതായത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറെ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം ഒരു ഗോപികയെ പിന്നെ പെണ്ണ് കാണാൻ പോകുന്നൊരു സീക്വൻസ് ഉണ്ടല്ലോ. ഗോപിക പറഞ്ഞാൽ സുരഭി ക്യാരക്ടർ. അപ്പൊ നമ്മള് വാഴയൊക്കെ ഇടിച്ചു പൊളിച്ചിട്ട് അമ്പലത്തിന്റെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ വരുന്ന സമയത്ത് പിന്നെ അച്ഛനെ തള്ളി പുറത്തിടുന്നുണ്ട്. തള്ളി പുറത്തിടുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോകുമ്പോ പെട്ടെന്ന് ഫാദർ എന്ത് ചോദിച്ചാല് അല്ല പുള്ളി പെട്ടെന്ന് എന്റെ മുണ്ടൻ കയറി പിടിക്കും. ഉണ്ടോ? അപ്പൊ അത് ഭയങ്കര നാച്ചുറലി അത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാല് അതവിടെ എടുത്ത് അപ്പൊ എല്ലാരും 2 മോണിറ്റർ ഉണ്ട്, 2 ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോ ആ സംഭവത്തിക്ക് എല്ലാവരും ഇത് ഭയങ്കര ചിരിയായിരുന്നു. പക്ഷെ ഇതെങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്നുള്ളായിരുന്നു സെയിം സംഭവം. പക്ഷെ അത് സംഹൗ അത് ഒരു കൈൻഡ് ഓഫ് റീക്രിയേഷൻ ഒക്കെ ചെയ്ത് അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു സൈഡിലൂടെ ഞാൻ ട്രാവൽ ചെയ്തപ്പോ ഒരു ഫ്രഷ് ഫീൽ ആയിരുന്നു അനുഭവങ്ങളും. ആൻഡ് ഇതിലിങ്ങനെ പെണ്ണ് കാണൽ പരമ്പരകളാണ്. അതേ പറഞ്ഞു കൊതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഒരുപാട് പെൺപിള്ളേരെ കാണാനുണ്ടെന്നല്ലേ? റിയൽ ലൈഫിൽ അങ്ങനെ ജീവിതത്തിൽ പെണ്ണ് കണ്ടിട്ടില്ലല്ലോ, സിനിമയിലെങ്കിലും. ശരി. പിന്നെ വേറൊരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ട്, ആണ് കാണല്. തിരിച്ചു കിട്ടിയിട്ടുണ്ടല്ലോ. റിയൽ ലൈഫിൽ പെണ്ണ് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു അന്വേഷണത്തിന് നടക്കുക ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. വെരി ഗുഡ്. അപ്പൊ ഇത് ശരിക്കും ഒന്ന് ആസ്വദിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ല, അത് എല്ലാരും കൂടെ ഉള്ള ഒരു വർക്കാണല്ലോ. അപ്പം പിന്നെ ഇതൊരു പ്ലസന്റ് ആയിട്ടാണ് ചെയ്തിരിക്കണേ. അതായത് ദർ ഇസ് നോ ഡാർക്ക് ഫീൽ. ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അത് കണ്ട് നമ്മൾ ചിരിച്ച് അതിന്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ തുമ്പിയാണ് ഇപ്പൊ ഭയങ്കര വൈറലായിട്ടുള്ളത് അല്ലേ? തുമ്പി കമന്റുകൾ കേട്ടു തുടങ്ങിയോ? എന്തൊക്കെ കമന്റുകൾ ഇനി വരുന്നുള്ളതാ. ഞാൻ ചോദിക്കട്ടെ, ഒരു റിയൽ ലൈഫ് തുമ്പി മൊമെന്റ് ഉണ്ടോ? ആർക്കാ ഇല്ലാത്തത്? ഭയങ്കര ഡാർക്ക് മൊമെന്റ്സ് ഉണ്ട്. നമ്മളിത് കേട്ടാ വിചാരിക്കും ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നുമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ആ സീൻ കണ്ട് ഉള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഒരു തുമ്പി മൊമെന്റ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ. ആ ഒരു ബാല്യകാലം തന്നെയാണ്. അല്ല, എല്ലാവരും ഇപ്പം രാവിലെ മുറ്റത്ത് വീഴുന്ന മാങ്ങ മാത്രം എടുക്കണം, അല്ലെങ്കിൽ മുറ്റത്ത് വീഴുന്ന മുല്ല മാത്രം എടുക്കുക
അങ്ങനത്തെ ഒരു സംഭവം മാത്രമല്ലല്ലോ. അതെ 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 അതെ, എല്ലാം നമ്മള് ആളുകൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ ഇങ്ങനെ കടന്നു പോകും അല്ലെ. വീട്ടുകാരെ അറിഞ്ഞിട്ടും അറിയാതെയൊക്കെ നമ്മൾ പല വികൃതികളും ഒപ്പിക്കും. ബീഡി വലിക്കുന്നത് അല്ലേ, എന്തോരം നമ്മള് എന്താ പറയാ, ചെറു കുട്ടിക്കാലത്ത് ഓരോ ചില ടേസ്റ്റുകൾ ഒക്കെ ഉണ്ടാവണം. ഇപ്പോൾ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ മാവിന് കല്ലെറിയുന്നത്, അല്ലെങ്കിൽ ചാമ്പൊക്കെ പറിച്ച് എടുക്കണത്, അല്ലെങ്കിൽ അപ്പുറത്തെ പട്ടി കടിക്കാൻ വരുന്നത്, അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള കുട്ടിക്കാലമുണ്ട്. അപ്പോൾ ഇതിനകത്തും ഒരു കുട്ടിക്കാലത്തിൻ്റെ വേറൊരു രസകരമായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ സൈഡ്. ഇത് വയനാട്ടിലാണ് ഷൂട്ട് ചെയ്തത്, പലരും പാലക്കാടാണെന്നൊക്കെ ഉള്ള ഒരു, പക്ഷെ നമ്മുടെ ഉദ്ദേശം പാലക്കാട് ലൊക്കേഷൻ കിട്ടുക എന്നുള്ള, പാലക്കാടൻ ഭംഗി കിട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അങ്ങനെ വയനാട് വെച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ സണ്ണിച്ചനെ സംബന്ധിച്ചിടത്തോളം വയനാട് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടൊരു സ്ഥലം, സ്വന്തം സ്ഥലം. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ സിനിമയിൽ അല്ലെങ്കിൽ ആ സീരീസിൽ കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇതിന് മുൻപ് സണ്ണിച്ചൻ കണ്ടിട്ടുണ്ടോ? കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ കുറേ സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് വെച്ചാൽ അങ്ങനെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കാം. ഇപ്പോഴാണ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ. നമ്മുടെ നാട്ടിൽ ഇപ്പം അമ്പൂത്തിമല അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ അമ്പൂത്തിമല പോയിട്ടുള്ളവരുണ്ട്. പക്ഷെ അമ്പൂത്തിമലയെ വേറൊരു സൈഡിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരു മലയ്ക്ക് ഒരു 360 ഡിഗ്രി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബ്യൂട്ടി ഒരു സ്പോട്ടിൽ വെച്ചിട്ടാണ് അതിന് ക്യാമറ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ആംഗിളിലൂടെയൊക്കെ നമുക്ക് ചില സ്ഥലങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതും നമ്മുടെ നാടിൻ്റെ ഭംഗി. നമുക്ക് ചിലപ്പോൾ ഒരു റോഡിലൂടെ നമുക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഭംഗി ചിലപ്പോൾ നമ്മളത് കണ്ടിട്ട് നമ്മൾ അതിൻ്റെ അടുത്തോട്ട് ഓടിപ്പോവും. പക്ഷെ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ മേളിലായിരിക്കും കയറി നിൽക്കുക. പക്ഷെ നമ്മൾ ചിലപ്പം ഒരുപാട് ദൂരെയോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ താഴെയോ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നിട്ട് അതിൻ്റെ വേറൊരു ആംഗിളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന് വേറൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഭംഗികളൊക്കെ ഇതിനകത്തൊരു ക്യാമറമാനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സിനിമയോ സീരീസോ അല്ലെങ്കിൽ നമ്മുടെ വെബ് സീരീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്യാമറമാൻ ഒരു സ്ഥലത്ത് ഒരു ആംഗിൾ വെക്കുന്ന സമയത്ത് നമുക്കതിങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം. ഓ മൈ ഗോഡ്, ഇറ്റ്സ് മൈ പ്ലേസ്. പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം അമ്പൂത്തിമലേൻ്റെ അവിടെ ആണെങ്കിൽ അവിടെ കുറേ വാഴത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ വാഴക്കൂമ്പൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ എൻ്റെ അസിസ്റ്റൻ്റിനോട് പറയാം, എടാ 2-3 വാഴക്കൂമ്പ് അങ്ങ് പൊട്ടിച്ചോ, എന്നിട്ട് പ്രൊഡക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉപ്പേരി. പിന്നെ ചില ലൊക്കേഷനിലൊക്കെ ചെല്ലുന്ന സമയത്ത് നല്ല ചക്കപ്പുഴുക്ക്, വയനാട്ടുകാർ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട്, അതായത് ഞാൻ നീലാകാശം ചെയ്തിട്ടുണ്ട്. പക്ഷേ നീലാകാശമൊക്കെ ഉള്ളിലേക്ക് നമ്മളൊരു സ്ഥലത്ത് തരം ചെയ്തിട്ടുണ്ട്. അത് 2 ദിവസം ഷൂട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറേ സ്ഥലങ്ങളിലൂടെ പോയെന്നല്ലേ, പല സ്ഥലത്തു നിന്നും പല നല്ല ഫുഡ്. ഇപ്പം മാളവികയുടെയും എൻ്റെയും പെണ്ണ് കാണൽ സംഭവമാണെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ പിന്നെ ഒരു ചേച്ചിയുണ്ട്, അത് നല്ല കായ വറുത്തോണ്ടിരിക്കുന്നുണ്ട്, ചക്ക വറുത്തോണ്ടിരിക്കുന്നു. അപ്പം എന്നിട്ട് അവർ പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചക്ക വേണോ, അപ്പോൾ നല്ല ചൂട് ചക്ക വറുത്തത് അതിങ്ങനെ അങ്ങനെ എണ്ണയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഒന്ന് ശരിയാക്കി നേരെ കൊണ്ട് തന്ന് ചൂടോടെ കഴിക്കുക. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു വയനാട് അല്ലെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ വയനാട് ആ സമയത്ത് നമ്മളെ ട്രീറ്റ് ചെയ്തത്. ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. സ്വന്തം നാട്ടിലത്തെ നടൻ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഭയങ്കര, അതൊരു 10 വർഷത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഫീൽ ചെയ്യാൻ പറ്റിയല്ലേ. പിന്നെ അടിപൊളി. അപ്പൊ വീട്ടിൽ തന്നെയായിരുന്നു? അപ്പോൾ വീട്ടിൽ നിൽക്കുക, നേരെ ലൊക്കേഷൻ അങ്ങനെ തന്നെയായിരുന്നു പോയി വന്നിരുന്നു? കുറച്ച് ദൂരെയായിരുന്നു. അപ്പോൾ ഞാൻ വിഷുവിന് മാത്രമേ ഞാൻ വീട്ടിൽ പോയിട്ടുള്ളൂ. ഇടയ്ക്ക് ഞാൻ പോയിണ്ടായിരുന്നു. വിഷുവിന് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് പ്രവീണിനോട് സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഊണ് കഴിച്ചില്ല. അച്ഛനും അമ്മയും തൊട്ടടുത്താണ്. ഞാൻ പോയിട്ട് ഒന്ന് ഊണെങ്കിലും കഴിച്ചിട്ട് അതൊക്കെ സംഭവിച്ചത്. പിന്നെ അടുത്ത ചോദ്യം മുട്ടയെ കുറിച്ചിട്ടാണ്. എഗ് ജീവിതത്തിൽ എത്ര തരത്തിലുള്ള എഗ്സ് കഴിച്ചിട്ടുണ്ട്? How many types of eggs? അല്ല, ഇതിൽ നിങ്ങൾ ഭയങ്കര പ്രധാനപ്പെട്ട എഗ്ഗൊക്കെ കഴിക്കുന്ന ആളാണ് നമ്മുടെ ശ്രീകുട്ടൻ. ഇതിനകത്ത് ഇപ്പോൾ അല്ല, നോർമലി ഞാൻ ഇല്ല, കോഴി, താറാവ്, പിന്നെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ?
ഇല്ല, തൽക്കാലം ഇതിൽ ഉറപ്പിക്കാം നമുക്ക്. പക്ഷെ ഞാൻ ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് വേറെ 1-2 ആൾക്കാരോട് ചോദിച്ചു, അതെന്ത് എഗ്ഗാണ് ആ വെച്ചിരിക്കണത്, അത് ശരിക്കും എന്തെങ്കിലും കൈൻഡ് ഓഫ് എഗ്ഗാണോ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി ഉണ്ടാക്കിയതാണോ? വരട്ടെ. അല്ല, അത് ഒറിജിനൽ എഗ്ഗിന്റെ തോട് തന്നെയാണത്. അതിങ്ങനെ പിന്നെ പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള എല്ലാം കളഞ്ഞിട്ട് അത് സ്ക്വാഷ് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അതുകൊണ്ടാണ് ഞാൻ 1000 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒറിജിനൽ അല്ലല്ലോ, ഒറിജിനൽ അല്ലല്ലോ. ശരി. ഞാൻ വെച്ചു സീനിന്റെ ആ ഒരു മികവിന് വേണ്ടിട്ട് ഒറിജിനൽ എഗ് ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ, ഓ മൈ ഗോഡ്, അത് കാണുമ്പോ നമുക്ക് തോന്നുന്ന ഒരു ഫീലുണ്ട്. പക്ഷെ അത് സ്ക്വാഷ് ആയിരുന്നു, അപ്പൊ കുഴപ്പമില്ല. അതല്ലേ അത് ഇങ്ങനെയൊക്കെ കാണിച്ചു. ആൻഡ് ഇതില് ശ്രീകുട്ടൻ ആൻഡ് മാളവിക അവരുടെ സ്റ്റോറിയിലൂടെയാണല്ലോ ഈ പോണത്. ഇപ്പോ നിഖിലയുടെ കൂടെ ഫസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കോ ആക്ടിങ്? ഞാൻ പുള്ളിക്കാരുടെ കുറച്ച് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലാതെ നേരിട്ട് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നതും, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്. നല്ല, അതായത് ഞാൻ എങ്ങനെ കോംപ്ലിമെൻ്റ് പറയാൻ പറ്റുന്ന ഒരാളൊന്നും എനിക്കറിയില്ല. കാരണം ഞാനങ്ങനെ എനിക്ക് വലിയ പാടാണ് ഇങ്ങനെ ഒരു കോംപ്ലിമെൻ്റ്. കാരണം അങ്ങനെ കോംപ്ലിമെൻ്റ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ആക്ടറാണല്ലോ. നല്ല രസമായിരുന്നു വർക്ക് ചെയ്യാൻ, ഒരു ഡിസ്കംഫർട്ടും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം ശ്രീകുട്ടനായിട്ട് നമ്മൾക്ക് നിൽക്കുമ്പോൾ കറക്റ്റ് ഒരു മാളവികയായിട്ട് നമുക്കവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ സണ്ണി വെയിൻ എന്നുള്ളത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല, നിഖില വിമൽ എന്നുള്ള ആക്ടേഴ്സിനെയും ഫീൽ ചെയ്യില്ല. ഈ 2 ക്യാരക്ടേഴ്സിനെ ആൾക്കാരുടെ ഉള്ളിലേക്ക് അങ്ങ് പതിപ്പിക്കാൻ 2 പേർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ആ ഒരു ആക്ടേഴ്സിനെ മറക്കുക എന്നുള്ളതാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരക്ടറിന്റെ മികവ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി നിങ്ങൾ 2 പേരുടെയും ക്യാരക്ടറിൽ എനിക്ക് നിഖില എന്നുള്ളത് സത്യം പറഞ്ഞാൽ പറയുമ്പോൾ വരുന്നില്ല, മാളവികയായിപ്പോയി. മേ ബി ഞാനിത് കൂടെ നിന്നത് കൊണ്ട് കൂടിയായിരിക്കാം. ഹലോ മാളവിക, കേട്ടില്ലേ? അപ്പൊ അതൊരു സക്സസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതുപോലെ ഇപ്പൊ ഇതിൽ നമ്മൾ ഒരുപാട് സീനിയേഴ്സ്, ഇപ്പോൾ നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ, അതുപോലെ തന്നെ അശോകൻ ചേട്ടൻ, അവരുടെയൊക്കെ പറഞ്ഞാൽ എക്സ്പീരിയൻസ് പറഞ്ഞെങ്കിൽ അവർ പല ജോണറിലുള്ള സാധനങ്ങൾ ചെയ്ത് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരായിട്ടുള്ള ഒരു ഷൂട്ട് ടൈമിലല്ലാത്ത ഡിസ്കഷനിലൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക? സിനിമയുടെ കാര്യങ്ങളൊക്കെ പറയുമോ? എന്തൊക്കെയാണ് അവരിൽ നിന്നൊക്കെ പഠിച്ചെടുത്ത കാര്യങ്ങളൊക്കെ? ഞാൻ പിന്നെ വിജയരാഘവൻ ചേട്ടൻ്റെ കൂടെ, കുട്ടൻ്റെ കൂടെ നല്ല ഇതിനകത്താണ് ആദ്യമായിട്ട് ഒരു 1-2 സീനാണ് ചെയ്യുന്നത്. ഒന്ന് പെണ്ണാളില്, പിന്നെ കെട്ടിച്ചേരാം എന്ന് പറയുന്ന സാധനം ചെയ്യുന്ന സമയത്ത് ഇപ്പം അവരുടെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അവരുടെ. പിന്നെ ആക്ടിങ്, അല്ലെങ്കിൽ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ഒരു സീൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള അവരുടെ ഒരു പ്രിപ്പറേഷൻ എന്നൊക്കെ പറയണത്. അതിപ്പോൾ ഒരു ഷോട്ട് എടുക്കുവാണെങ്കിൽ ഒരു ആക്ഷൻ പറഞ്ഞൊരു കട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിൽ നടക്കേണ്ട കാര്യങ്ങൾ അത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞത് മറ്റുള്ള ആർട്ടിസ്റ്റുകളും എല്ലാവരും സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ആ സീൻ, കാരണം അതൊരു ഫിലിമിലൊക്കെ ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ നാടകത്തിലൊക്കെ പിന്നെ ചെയ്തുകൊണ്ടുള്ള ഒരു വലിയൊരു ഗുണമാണ്. അപ്പം അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കത് ഇപ്പം ഒരു സീനൊക്കെ ചെയ്യുന്ന സമയത്ത് ചണി വന്ന് മറിട്ട് ഇപ്പം ഇവിടുന്ന് അത് പറഞ്ഞ് ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ഉണ്ട്. അപ്പം നമ്മളൊന്നും ചിലപ്പോൾ അതൊന്നും പ്രാക്ടീസൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെയായിട്ടും. നമ്മൾ ഈ അഴിച്ചു വിടുന്ന പോലെയൊക്കെയാണല്ലോ. പക്ഷെ ചില അച്ചടക്കങ്ങളുണ്ട് ആക്ടിങ്ങിൽ. അപ്പം അത് എല്ലാ സമയത്തും അങ്ങനെ ചെയ്യണമെന്ന് ഒന്നുമില്ലല്ലോ. പക്ഷെ ചില സമയത്ത് അത് കൃത്യമായിട്ട് ചില ആക്ടിങ്ങിൻ്റെ ചില അച്ചടക്കങ്ങൾ എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള എനിക്ക് ചെറിയ ബാലപാഠങ്ങളൊക്കെ അവിടെ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അശോകൻ ചേട്ടൻ്റെ കൂടെ ഞാൻ പിന്നെ പോക്കിരി സൈമണിൽ എൻ്റെ പിന്നെ ഫാദറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ അശോകൻ ചേട്ടൻ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ളൊരു ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു, നമുക്ക് ഇടയ്ക്ക് കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നും. ഞാൻ നാടകം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പുള്ളീനെ വിളിച്ച് കഴിയുമ്പോൾ പുള്ളി ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് പ്രൊഡ്യൂസ് ചെയ്ത നാടകം കാണാനായിട്ട് പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്. ആക്ടിങ്ങിനോടും സിനിമയോടൊക്കെ ഭയങ്കര ബഹുമാനവും സ്നേഹമുള്ള ആൾക്കാരാണ് അവരൊക്കെ. പിന്നെ അശോകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പോക്കിരി സമയം ചെയ്യുന്ന സമയത്ത് ഞാൻ വയനാട്ടിൽ SKMG സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ
പിന്നെ കൽപ്പറ്റ ടൗണിലൂടെ സ്കൂൾ വിട്ടിട്ട് ഞാൻ നടന്നു പോകുന്ന സമയത്ത് വുഡ്ലാൻഡ്സ് ഹോട്ടലുണ്ട്. അപ്പം അതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് ഞാനിങ്ങനെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ബാഗൊക്കെ തൂക്കി ഇങ്ങനെ നടക്കണ ആ പ്രായം. അപ്പോൾ ഞാനിങ്ങനെ ഇടത്തോട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ ഒരു ഇതേപോലത്തെ ഒരു ചെറിയൊരു വിൻഡോയിൽ ഒരാളിങ്ങനെ ഇരുന്ന് ആരോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ അശോകൻ ചേട്ടനാണ്. ഞാൻ ഫസ്റ്റ് കാണുന്ന ഒരു ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ഒരു ആക്ടർ, ഒരു ഫിലിം സ്റ്റാർ എന്ന് പറഞ്ഞാൽ അശോകേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. ഒന്നും പൊന്നുച്ചാമി എന്ന് പറഞ്ഞ സിനിമയുടെ മനസ്സിലായി, സുരേഷ് ഗോപി അല്ലേ? അപ്പം എന്നിട്ട് പിന്നെ അത് അശോകൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ അശോകൻ ചേട്ടൻ പറഞ്ഞു, ആ നന്നായില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? ഓ അത് ശരി. ഞാൻ ഇത് ചോദിക്കാൻ കാര്യം എന്താ അറിയോ, നമ്മൾ കുട്ടിയുടെ ഇടയ്ക്ക് ഇങ്ങനെ ആ ഫ്രീ ടൈമിലൊക്കെ വർത്തമാനം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്, ഇതിപ്പോൾ ഒരു സീൻ പറയുമ്പോൾ അതിൽ ചെയ്യേണ്ട ആക്ഷൻസിനെ കുറിച്ചിട്ടൊക്കെ ഓരോ ആക്ഷൻസിനെ കുറിച്ചും ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് തലയിൽ. പിന്നെ അപ്പോൾ ആ സമയത്ത് കൈ എങ്ങനെ പോകണം, കാലെങ്ങനെ വേണം, മുഖത്തിൻ്റെ എക്സ്പ്രഷൻ. ഇപ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യം ചിന്തിക്കുക, നമ്മളിപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക എന്ന് വിചാരിച്ചു, നമ്മുടെ കണ്ണെങ്ങടാ പോവുക? അല്ലേ? ഇപ്പൊ പോയത് സണ്ണിച്ചന്റെ പോയത് റൈറ്റ് സൈഡിലേക്കാ, നമ്മുടെ കണ്ണിന്റെ പോക്ക് റൈറ്റ് സൈഡിലേക്കാ. പക്ഷെ നിങ്ങൾ അഭിനയിക്കാൻ വരുന്ന സമയത്ത് ഒരു ചിന്തയുടെ സീൻ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് അങ്ങനെ ഉള്ള കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ. അപ്പോഴാണ് ദൈവമേ ഇത് ഇത്രയും ഡെപ്തിലൊക്കെ. അപ്പൊ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനുഷ്യന്മാര് ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക, നമ്മുടെ ചിന്ത ഇങ്ങനെ പോവും. അപ്പൊ നിങ്ങൾ അഭിനയിക്കുന്ന നേരത്തെ അത് ഇങ്ങനെ കൊടുത്താൽ അതിനൊരു മാറ്റം വരും. അതൊരു രസം ഉണ്ടാവില്ല. അപ്പൊ അത്ര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഇവരൊക്കെ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഇവർ ഇവോൾവ് ചെയ്ത് ഇവർ പഠിച്ച് ഇവർ ഇത്ര ഇൻ ഡെപ്തിൽ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ക്യാരക്ടേഴ്സിന് ഇത്രയും ജീവൻ. ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു പിന്നെ അശോകൻ ചേട്ടനും വിജയരാജൻ ചേട്ടനുമായിട്ടൊരു ഇന്റർവ്യൂ ആയിരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മള് പേരിലൂരിൽ കണ്ട ആ ആളെ അല്ല. വിജയരാജൻ ചേട്ടനാണെങ്കിൽ ഫുൾ ഹെയർ ഒക്കെ ഗ്രോ ചെയ്ത് ഭയങ്കര സുന്ദര കുട്ടപ്പനായിട്ട് വേറൊരു ലുക്കില് കംപ്ലീറ്റ് ശരിക്കും. അവരുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരെടുക്കുന്ന ഒരു അല്ലെങ്കിൽ ആ ക്യാരക്ടറിനോടുള്ള കമ്മിറ്റ്മെന്റ്സ് എന്നൊക്കെ പറയണത് നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. സത്യം ഓരോ ബുക്കാണ് അവർ, ടെക്സ്റ്റ് ബുക്കുകളാണ് ഇവരൊക്കെ കേട്ടോ. അതുപോലെ ഇപ്പൊ ഇതിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഹ്യൂമർ ഇങ്ങനെ 1 by 1 ആയിട്ട് വന്നിരിക്കൊണ്ട് അഭിനയിക്കുമ്പോഴും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം ചിരിച്ചിട്ട് പോയി പോകും, പ്രത്യേകിച്ചും കോ ആക്ടേഴ്സിന്റെ കൂടെ. സണ്ണിച്ചൻ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? എനിക്ക് അതായത് ആണ് കാണൽ സീൻ ഉണ്ടായിരുന്നു. ആണ് കാണൽ സീന് എനിക്ക് അന്ന് രാവിലെ മുതൽ ഭയങ്കര ചമ്മലായിരുന്നു. കാരണം തറവാട്ടിനകത്ത് മൊത്തം ആൾക്കാരുണ്ട്, താഴെ പിന്നെ മേളിൽ എൻ്റെ കുറേ സീക്വൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ ഇപ്പം മാളവിക വന്നു, പിന്നെ പീതാംബരൻ, പിന്നെ ചേട്ടൻ, പിന്നെ അമ്മ, അച്ഛൻ, പിന്നെ അമ്മാവൻ, ഇവരെല്ലാവരും ഉണ്ട്. പിന്നെ വേറൊരു ചേച്ചിയുണ്ട്, പിന്നെ അനിയനുണ്ട്, പിന്നെ പെങ്ങടെ ചെറുക്കനുണ്ട്. അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ വെറുതെ രാവിലെ പോലെ എന്നെ തോണ്ടുന്നുണ്ട് ഇങ്ങനെ മാമ എന്ന് പറഞ്ഞിട്ട് നിരഞ്ജ്. അപ്പം ഇങ്ങനെ ആ ഷോട്ട് ഫ്രെയിമിങ് എല്ലാം ചെയ്ത് വെച്ച് അപ്പം ഇങ്ങനെ നേരെ വന്ന് നിന്നിട്ട് മാളവികയെ ചെറുക്കം കാണുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഭയങ്കര നാണൊക്കെ വന്ന് ഞാനങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് ചിരിച്ചു. ആദ്യം ചിരിക്കാണ്ടിരിക്കണം കുറച്ചു നേരം. പിന്നെ നോക്കി, പിന്നെ മാളവിക ചിരിക്കുമ്പോഴാണൊന്നും ചിരിക്കേണ്ടത്. അപ്പോൾ ഭയങ്കരമായിട്ടങ്ങ് പൊട്ടി ചിരിച്ച് പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും കയ്യിൽ നിന്നൊക്കെ പോയി എല്ലാവരും ചിരിച്ച്. അപ്പം പ്രവീണും അപ്പുറത്ത് ചിരിക്കണ്ടായിരുന്നു മോണിറ്ററിൽ നോക്കിയിട്ട് ഡയറക്ടർ. അപ്പം പുള്ളിയും വന്നിട്ട് പറഞ്ഞിങ്ങനെ ഇത് വേണ്ട, ഇത് കുറച്ച് കൂടുതലായി പോയി അച്ഛാ, കുറച്ച് നമ്മള് ആ ക്യാരക്ടർ വിട്ടിട്ട് അങ്ങോട്ട് ചിരിച്ചു എന്നുള്ളതാണ്. പിന്നെ അത് ക്ലിയർ ചെയ്തു. അങ്ങനെ അതുപോലെ തന്നെ ഇപ്പൊ കോ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പോ തന്നെ അയ്യോ. പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ മുണ്ടിന്റെ സീക്വൻസ്, എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന പുള്ളിയാണ് എൻ്റെ മുണ്ടും കൂടെ വലിക്കുന്നത്. അപ്പൊ അതിന്റെ രണ്ടും പിന്നെ അതിന്റെ ഒരു റിയാക്ഷൻ ഷോട്ട് കണ്ടെടുക്കണ്ടായിരുന്നു. അപ്പൊ അച്ഛനായിട്ട് അഭിനയിച്ച ആള് പുള്ളി പെട്ടെന്ന് ഇങ്ങനെ ഈ മുണ്ട് വലിക്കാൻ വേണ്ടി വീണ്ടും
ഇതിങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടും കൂടെ ഫേസ് ടു ഫേസ് ഇങ്ങനെ നോക്കണം. നോക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചിരി വരും. ശരിക്കും ചിരി വരുമായിരുന്നു. അങ്ങനെ ചിരിച്ച് കാരണം ഒരുപാട് വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ തന്നെ ചിരി വരുമായിരുന്നു. അങ്ങനെ കുറെ മൊമെന്റ്സ്. ആ വാഴ ഇങ്ങനെ അങ്ങ് വെട്ടി മാറ്റി പറയാൻ പറ്റില്ല. വാഴന്റെ ഇടയിൽ കൂടെ ആ കാറ് വരുന്ന സീൻ ഉണ്ടല്ലോ, അത് എത്ര വട്ടം എടുത്തിട്ടുണ്ടായിരിക്കും? ഒറ്റ പ്രാവശ്യം എടുത്തുള്ളൂ അല്ലേ? ഞാനിങ്ങനെ വിചാരിച്ചു വാഴ വീണ്ടും ഒരു സെറ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ ശ്രീകുട്ടന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടി കിട്ടേണ്ട ക്യാരക്ടറൊക്കെയാണ്. പക്ഷെ ഇതെന്താണെന്നറിയില്ല, പ്രേക്ഷകർ കാണുമ്പോൾ പറയണത് ഒരു മനക്കെട്ടില്ലാത്തൊരു മനുഷ്യൻ. കാരണം ശരിയാ, തീരെ മനക്കെട്ടില്ല. കാരണം ഒരു പെൺകുട്ടിയെ കണ്ട് യെസ് ഉറപ്പിച്ചു ഇത് തന്നെ മതി എന്ന് പറയുന്ന ശ്രീകുട്ടൻ, കാറിലിരുന്ന് അതിനു വേണ്ടി അത്രയും പോരാടിയ ശ്രീകുട്ടൻ നിഹാരികയെ കണ്ടപ്പോൾ ആദ്യത്തെ പെൺകുട്ടി തന്നെ പിന്നെ പിക്ചർന്ന് മാറാണ്. അപ്പൊ ഈ അടുത്ത് കണ്ട ഒരു നല്ല അസല് കോഴിക്കുട്ടൻ കൂടിയാണ് ശ്രീകുട്ടൻ എന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് പറയും ശ്രീകുട്ട? നമ്മള് അത് നമ്മള് സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കോഴി ആ സംഭവങ്ങൾ, അതൊക്കെ ഏകദേശം ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വരും തോന്നുന്നത്. അതുപോലെ ഇതില് ശ്രീകുട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ ആക്കുന്നുണ്ട്. അത് സ്വന്തം കൈ നിട്ടതാണോ അതോ ഡിറക്ഷന്റെ ടീം സ്ക്രിപ്റ്റിലുള്ളതാണോ? ഞാൻ നേരത്തെ പറഞ്ഞു പ്രവീണിന് നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുക. അല്ല അടുത്തേതെങ്കിലും ഭയങ്കര ഹ്യൂമർ സെൻസാ. പിന്നെ അത് പുള്ളി ഇങ്ങനെ ആ മോണിറ്ററിന്റെ അവിടുന്ന് നേരെ ഇങ്ങനെ വന്ന് എന്നിങ്ങനെ പുള്ളി പറയുമല്ലോ. അപ്പം നമുക്കിത് പെട്ടെന്ന് അതിങ്ങനെ എന്നിട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം പുള്ളി അതിനൊരു രസകരമായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നത് പുള്ളി ഒരു ആ സമയത്ത് നമുക്കതങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്കതിങ്ങനെ അതിങ്ങനെ പിടിക്കാനുമേ ചിലപ്പം നമ്മൾ ഞാൻ ഇതുവരെയായിട്ടും ചെയ്തുകൊണ്ടിരുന്ന സിനിമകളിലൊക്കെ നമുക്ക് ഡയലോഗ് ഡെലിവറികൾക്കൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മോഡുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് ഒരു ഇങ്ങനത്തെ ആക്ഷൻസ്. അപ്പം അതിനൊരു താളം കൊണ്ടുവരിക. അപ്പം അതൊക്കെ പുള്ളിക്ക് അതിൻ്റെ താളവും അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൺ വർക്ക് ആവണത്. അപ്പം പുള്ളി തന്നെയാണത് അതിൻ്റെ സൃഷ്ടാവ്. ഇതിൽ ഭയങ്കര രസമുള്ള കുറേ, ഇപ്പോൾ സണ്ണിച്ചൻ ചെയ്തതിൽ കുറേ രസമുള്ള സീക്വൻസ്. ഇപ്പോൾ സുരഭി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി ഒളിച്ചോടുമ്പോൾ ആ അമ്പലം ഇങ്ങനെ കാണിച്ചു കൊടുക്കണ നേരത്തുള്ള ഒരു ആക്ഷൻ ഉണ്ട്, ഭയങ്കര പൊളിയായിരുന്നു. അതുപോലെ നമ്മളെ മാളവികയുടെ അടുത്ത് വന്നിട്ട് വീണ്ടും അപ്ലിക്കേഷൻ കൊടുക്കുമല്ലോ, ഈ സ്ഥാപനം ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അതൊക്കെ ക്ലാസ് എക്സ്പ്രഷൻ ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അതിൽ പോലെ തന്നെ ഏറ്റവും കൂടുതൽ രസകരമായ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നിങ്ങൾ അനിയനും ഏട്ടനും തമ്മിലുള്ള സീക്വൻസുകൾ ഭയങ്കര രസമായിരുന്നു. അനിയനെ ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന ഒരു ഏട്ടൻ. ശരിക്കും റിയൽ ലൈഫിൽ സിബ്ലിങ്സ് ഉണ്ടോ? ഉണ്ട്. പക്ഷേ ഇത്രയും നമ്മളൊക്കെ ഭയങ്കര സീരിയസ്, അതെ കാര്യങ്ങൾ വളരെ വെടിപ്പായി പറയുന്ന ആൾക്കാർ മാത്രം, അല്ലാണ്ട് നമ്മൾ ഭയങ്കര ഇങ്ങനെ ചാടിക്കാറില്ല. ഇല്ല, ഫ്രീസറിന്റെ വയറൊന്നും ഊരിടിപ്പിക്കാറൊന്നുമില്ല. ഇല്ല. ആ ഒരു സീക്വൻസ് ഭയങ്കര രസമായിരുന്നു. ആൻഡ് ഇപ്പൊ നമ്മളുടെ സീരീസ് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളെ പ്രേക്ഷകരുടെ അടുത്ത് എന്തൊക്കെയാ പറയാനുള്ളത് ശ്രീകുട്ടന്? നല്ലൊരു പിന്നെ നമ്മൾ ചില വർക്കുകൾ ചെയ്തിട്ട് നമുക്ക് നല്ലതെന്ന് നമുക്ക് തന്നെ ആദ്യം തോന്നണമല്ലോ. അപ്പോഴല്ലേ നമ്മൾ മറ്റുള്ളവരോട് കാണാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയാം. അപ്പം അതേപോലെ ഇപ്പം നമുക്കും നമ്മൾ ചെയ്തൊരു വർക്ക് നമുക്കെല്ലാവർക്കും ഇഷ്ടമായി. അത് കണ്ടിട്ടുള്ള പിന്നെ അല്ലെങ്കിൽ അതിനകത്ത് എനിക്ക് തോന്നുന്നു 10,000 പേരോളം വർക്ക് ചെയ്തിട്ടുണ്ടാവും അതിനകത്ത്, പല സീക്വൻസുകളിലായിട്ട്. അവർക്കെല്ലാവർക്കും ഇപ്പം നമ്മൾ ഫസ്റ്റ് പ്രീമിയർ വെച്ചെന്ന് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. അതിനുശേഷമാണ് അത് പുറത്തേക്ക് അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തതിന് ശേഷം നല്ല ഫീഡ്ബാക്സ് വരുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും
സന്തോഷിക്കുക. 2023 എന്നുള്ള വർഷം നോക്കുകയാണെങ്കിലും സണ്ണിച്ചന്റെ കരിയറിൽ ഇപ്പോൾ വേല പോലെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോലീസ് അപ്പോഴും നമ്മൾ അതിൽ നമ്മൾ സീക്വൻസ് ഉണ്ട്. അതും നമ്മൾ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്റെ ഫസ്റ്റ് കോമ്പിനേഷൻ അതിലാണ് വരുന്നത്. സണ്ണിച്ചൻ ഇങ്ങനെ നേരെ വരുന്നു, ഞാനിങ്ങനെ ഇതൊരു ഡയലോഗ് പറയുന്നു. അപ്പോൾ 2023 നോക്കുകയാണെങ്കിൽ വേല നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടറായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 2023 ചെയ്ത സീരീസാണ് നമ്മളുടെ പേരില്ലൂർ. 2024 ആയപ്പോഴേക്കും അത് റിലീസായി. ആൻഡ് ആളുകളൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ശ്രീകുട്ടനെയും. അതിലെ മൊത്തം പേരില്ലൂർ ഗ്രാമം ഏറ്റെടുത്തു. പേരിലൂരിലെ ആളുകളും അതെ എന്നുള്ളതാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ തുടക്കം ഗംഭീരമാണല്ലേ? തുടക്കം നന്നായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു എൻഡിങ് കണ്ടവർക്ക് അറിയാം. ഇനിയിപ്പോ ഏകദേശം നമ്മൾ ശ്രീകുട്ടന്റെയും മാളവികയുടെയും ജീവിതത്തിലേക്ക് അവർ കടക്കുമായിരിക്കും. സെക്കൻഡ് സീസൺ വരികയാണ് എങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഇനി ആ നേരത്തെ എന്തെങ്കിലും ഒരു ഷംലേനെ കട്ട് ചെയ്യാൻ പറയും. കട്ട് ചെയ്തിട്ടുള്ള കളിയില്ല കേട്ടോ. അപ്പൊ എന്താണെങ്കിലും സെക്കൻഡ് സീസൺ ഞങ്ങളൊക്കെ, ഞാനും സത്യം പറഞ്ഞ ഈ ഒരു ടീമിന്റെ കൂടെ ഗംഭീര ടീമായിരുന്നു. അതാണ് അതിന്റെ എല്ലാവരും ഭയങ്കര രസമായിട്ട് ജോളിയായിട്ട് നമുക്കൊരു ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റുക, ഒരു സ്ട്രെസ് ഇല്ലാതെ ഷൂട്ടിന് പോകാൻ പറ്റുക. സംഭവം അന്ന് ചൂടൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചൂടും വെയിലൊക്കെ കുറച്ച് കൊണ്ടുണ്ട്. പക്ഷെ ഭയങ്കര രസമായിട്ടുള്ള ഒരു ടീമാണ്. ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു. വയനാടിന്റെ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന്റെ സീസൺ 2 വരട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് വീണ്ടും ശ്രീകുട്ടനും ഷംലയും ഒക്കെ ആവാൻ പറ്റട്ടെ. അതെ, ഇൻഷാല്ലാ. ഇനി വരുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെയാ? ഇനിയിപ്പം റിലീസിനുള്ളത് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്, ഓക്കെ, പിന്നെ ടർക്കിഷ് തർക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണമാണ് ഇപ്പം റിലീസ് ആവാനുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനിയും വളരെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്ത് വ്യത്യസ്തനായ ഒരു സണ്ണി വെയിനെ നമ്മൾ കാണാൻ ഇനി നമുക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.